ഇത് പോത്തൻകോട്ട് നിന്നും ബൈപ്പാസ് വഴി പോകുമ്പോൾ ചന്തവിള ജംഗ്ഷനിലായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ഏകദേശം ഒരു 10-30 സെൻറ്റോളം വരുന്ന പുരയിടത്തിൽ അദ്ദേഹം ബന്ദിപ്പൂക്കൾ കൃഷി ചെയ്തിരിക്കുകയാണ്. മഞ്ഞയും ഈ കാണുന്ന ചുവപ്പ് കളറിലുമുള്ള 2 തരം ബന്ദികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇതൊരു രസത്തിന് അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി പുരയിടം കാട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൃഷി ആരംഭിച്ചത്. അതിനകത്ത് എല്ലാം പൂത്ത് കിടക്കുകയാണ്. പക്ഷേ മഴയത്ത് കുറച്ചൊക്കെ ചാഞ്ഞു പോയി. അതിനകത്ത് കോഴിവളവും ചാണകവും ധാരാളമായിട്ട് അടിവളമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൊഴുപ്പിന് ഇത് വളർന്നു നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ തോവള എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂക്കൾ കൃഷി ധാരാളമായിട്ടുള്ളത്. പക്ഷേ ഞാനവിടെ പോയിട്ടില്ല എങ്കിലും വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി പാടം കാണാൻ പോകാറുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പോത്തൻകോടിന് സമീപം ചന്തവിളയിലാണ് ഒരു റോഡിൻ്റെ സൈഡിൽ ചേർന്നാണ് ഇത്തരം ഈ പൂന്തോട്ടം കാണുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. ഇവിടെ കടക്കുന്നതിന് പ്രവേശന ഫീസോ മറ്റൊന്നോ ഇല്ല, ഗൈഡൊന്നും ഇല്ല. നമുക്ക് വരാം, പൂക്കളൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ കണ്ട് ആസ്വദിച്ച് പോകാം പറ്റിയൊരിടമാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു 2 ആഴ്ചക്കകത്ത്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയും കൂടെ പിടിക്കുക പൂവുണങ്ങുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. ഇപ്പോഴാകുമ്പോൾ നല്ല ഭംഗി നിൽക്കുകയാണ്. ഉടൻ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഉടൻ തന്നെ ഒരാഴ്ചയ്ക്ക് തന്നെ വന്ന് കാണുക. യാതൊരു ചിലവുമില്ല. ഇവിടെ വരുന്നൊരു ചിലവേ ഉള്ളൂ. വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരമുണ്ട്. നല്ലൊരു എനിക്ക് വളരെയധികം മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പൂന്തോട്ടമാണിത്. ഒരുപാട് ആൾക്കാരിത് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബന്ദിപ്പൂ തോട്ടമുണ്ടെന്ന് ഒരു അടയാളം അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു ബോർഡോ ഒന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ പൂ പറിച്ചുകൊണ്ട് പോകും, അത് വിലയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യം അറിയാൻ വയ്യ. കണ്ടിട്ട് പൂക്കളൊന്നും വിൽക്കുന്ന ലക്ഷണമില്ല. അങ്ങനെയാണെങ്കിൽ പൂക്കളുടെ എണ്ണത്തിൽ കുറവ് വരേണ്ടതാണ്. പക്ഷേ അത് അവിടെ നിന്നവരെന്ത് ഊഹം വെച്ച് പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ കാണാൻ പോകുന്നവർ യാതൊരു കാരണവശാലും പൂക്കൾ പറിക്കരുത്. പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് കാണുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ മാത്രമേ ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്.
അന്വേഷിച്ചപ്പോഴത്തേക്കും ഇതിനകത്ത് മരുന്നടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വെറും ജൈവവളവും മാത്രമേ ഉള്ളൂ. സാധാരണ ഇതിൻ്റെ പൂക്കളെ പുഴു തിന്നാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനത്തെ കീടാക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും അല്ലെങ്കിൽ സ്പ്രേയും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തോവാളയിൽ നിന്ന് വരുന്ന പൂക്കളിലാണെങ്കിൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കാറുണ്ട്, മരുന്നടിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ പൂവിൻ്റെ മണത്തറിയാൻ പറ്റും. യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം അടിവളം ചാണകവും കോഴിവളവും മാത്രമേ ഉള്ളൂ. അവിടെയും ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു വലിയൊരു ബന്ദിപ്പാടം തമിഴ്നാട് കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ ഇവിടെയാണ് കാണുന്നത്. വളരെ രസകരമായിട്ടുണ്ട്. എല്ലാവരും കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് ഒരു ട്രിപ്പാക്കി കാണുക. അത്രയ്ക്ക് മനോഹരമാണ്. വന്ന് വീഡിയോ കൂടി കാണുമ്പോൾ തന്നെ എത്രയും മനോഹരം. അപ്പോഴത്തേക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വരിക, കാണുക, ആസ്വദിക്കുക. ഓക്കെ, ബൈ.